എവ്രിവൺ, എൻ്റെ പേര് ശ്രീവിദ്യ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ, അപ്പോൾ 2024 ഒക്കെ തീരാറായല്ലേ. ഞാൻ ഇന്നലെ ഇരുന്ന് എൻ്റെ ഫൈനാൻസസ് ഒക്കെ ചെക്ക് ചെയ്യുമായിരുന്നു. 2024 ഞാൻ എത്ര രൂപ ചിലവാക്കി, എവിടെയൊക്കെയാണ് ചിലവാക്കിയത് എന്നൊക്കെ ഉള്ളത്. ഒന്നാമത് ലണ്ടൻ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സിറ്റി ആണല്ലോ. നമ്മുടെ ഫൈനാൻസസ് ഒക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കാശ് ഇങ്ങനെ ഒഴുകി പോകുന്നത് അറിയത്തേയില്ല. അപ്പം എനിക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഡ്രസ്സ് മേടിച്ചാണ് 2024 ഏറ്റവും കൂടുതൽ പൈസ പൊട്ടിച്ചിരിക്കുന്നത്. ഞാൻ ഓർത്തു സ്കിൻ കെയർ അങ്ങനത്തെ പരിപാടികൾ, സ്കിൻ കെയർ, ഹെയർ കെയർ, അതിനൊക്കെ വേണ്ടിയായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്നതെന്ന്. പക്ഷേ അല്ല, ഞാൻ കുറേ ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട് 2024. ഞാൻ ഇന്നലെ എൻ്റെ ബില്ലൊക്കെ കണ്ടിട്ട് ദൈവമേ, ഞാൻ ഇത്രയും തുണി മേടിച്ചിട്ടുണ്ടോ? ബിക്കോസ് എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഒരു ഡ്രസ്സ് എടുക്കാൻ നോക്കുമ്പോഴത്തേനും സത്യം പറയാലോ, എൻ്റെ കയ്യിൽ ഒരു തുണി ഇല്ലാന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പം ഞാൻ ഇന്നലെ അങ്ങനെ പോയി അലമാരയൊക്കെ ഫുൾ ചെക്ക് ചെയ്തു. എന്താണിത് ഇത്രയും തുണി ഞാൻ മേടിച്ചോ? അപ്പം ആക്ച്വലി ഞാൻ അത്രയൊക്കെ തുണി മേടിച്ചിട്ടുണ്ട്. സോ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഷീനിൽ നിന്നാണ് ഷോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഷീനിൽ ഓരോ ഡ്രസ്സിനും അധികം വിലയൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ എപ്പോഴും വാങ്ങുന്ന ഒരു അണ്ടർ 10 pounds ഒക്കെയാണ് ഞാൻ എപ്പോഴും വാങ്ങാൻ ശ്രമിക്കുന്നത്. 10 poundsനെക്കാട്ടി കൂടുതൽ ഞാൻ ഡ്രസ്സ് മേടിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഇവൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു 20 pounds വരെയൊക്കെ സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ്. അതർവൈസ് ഞാൻ 10 pounds ഒതുക്കും. അപ്പോൾ 10 pounds താഴെയല്ലേ 5 pound ഉള്ളൂ, 6 pound ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ ഡ്രസ്സ് വാരി കൂട്ടിയിട്ടുണ്ട്. ആൻഡ് ഏറ്റവും സങ്കടമുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം ഞാൻ സമ്മർ ഡ്രസ്സസ്സാണ് മേടിച്ചിട്ടുള്ളത്. ഇപ്പോൾ വിൻ്റർ ആയപ്പോൾ എനിക്ക് ആ ഡ്രസ്സൊന്നും ഉപയോഗിക്കാനും പറ്റത്തില്ല, ഇനിയും തുണി വാങ്ങേണ്ട അവസ്ഥയായി. അങ്ങനെ എൻ്റെ ഫൈനാൻസസ് ഒക്കെ കുറച്ച് ആകെ കുളമായിട്ട് കിടക്കുകയാണ്. അതുപോലെ ഞാൻ TFL, അതായത് ലണ്ടൻ ട്രാൻസ്പോർട്ടിന് വേണ്ടിയും ഒത്തിരി കാശ് ചിലവാക്കിയിട്ടുണ്ട്. പക്ഷെ അത് പിന്നെ ഒരു സമാധാനമുണ്ട്. അതായത് നമ്മൾ ബസ് കയറി ഇല്ലെങ്കിൽ ട്യൂബ് കയറി പോയതിന് വേണ്ടിയാണല്ലോ കാശ് ചിലവാക്കിയത്. ബട്ട് അതർവൈസ് ഞാൻ ഡ്രസ്സിന് വേണ്ടി കുറേ കാശ് ചിലവാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ 2025 റെസൊല്യൂഷൻ എന്ന സ്ഥിതിക്ക് നവംബർ എൻഡിൽ തന്നെ ഞാൻ തുടങ്ങാൻ പോകുന്നൊരു കാര്യം ഇനി ഷോപ്പിംഗ് കുറയ്ക്കണം എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളുടെ ഫൈനാൻസസ് ഒക്കെ ഇയർ എൻഡ് ഫൈനാൻസസ് ഒക്കെ നോക്കി തുടങ്ങിയോ ഇല്ലയോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങളിപ്പോൾ കണ്ടത് ഞാൻ രാവിലെ എൻ്റെ ഗാർഡനിൽ നിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്ത് ഫുഡൊക്കെ ഉണ്ടാക്കി. സോ ഇത് ഞാൻ IKEA നിന്ന് മേടിച്ച ഒരു ഓർഗനൈസറാണ്. സോ മുരളിയാണ് ഇത് മേടിച്ചത്. എന്നിട്ട് അവസാനം എനിക്ക് ഇത് തന്നു. അപ്പം ഞാൻ എൻ്റെ ഇന്ത്യൻ വെയറെല്ലാം ഇതിനകത്തെടുത്ത് നല്ല ഭദ്രമാക്കി വെക്കാൻ പോവുകയാണ്. സാരികളും കാര്യങ്ങളൊക്കെ ഇതിനകത്താക്കി വെക്കുകയാണ്. കുറേ സാരി ഞാൻ ഇങ്ങനെ അലമാരയിൽ കുത്തിക്കയറ്റി വെച്ചതുകൊണ്ട് എനിക്കൊന്നും ഈസിലി ആക്സസിബിൾ അല്ല, ഒന്നും എടുക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു ഫോട്ടോ എടുക്കണം, എന്തെങ്കിലും ഒരു സാരിയോ പട്ടുപാവാടയോ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടി ഇങ്ങനെ കുത്തിക്കയറ്റി വെച്ചിരിക്കുന്നതുകൊണ്ട് ഭയങ്കര പാടായതുകൊണ്ട് ഫൈനലി എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്യാമെന്ന് വെച്ചു. നിങ്ങൾക്ക് എൻ്റെ സാരീസൊക്കെ കാണുന്നുണ്ടെങ്കിൽ കോമെൻറ്റ് ചെയ്യുക കേട്ടോ, ഞാൻ അതിലൊരു വീഡിയോ ചെയ്യാം. അങ്ങനെ ഞാൻ എൻ്റെ സാരി സെറ്റുമുണ്ട്, കുറച്ച് പട്ടുപാവാടയുടെ ഐറ്റംസ് ഒക്കെ ഈ ബോക്സിനകത്താക്കി എല്ലാം നല്ലോണം ഒന്ന് ഒതുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നേരത്തെ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ഗാർഡനിൽ നിന്ന് കുറച്ച് പച്ച ടൊമാറ്റോ ആൻഡ് ഓൾസോ കുറച്ച് പയറാണ് പറിച്ചുകൊണ്ട് വന്നത്. ഈ പച്ച ടൊമാറ്റോ നമ്മൾ തോരൻ വെച്ച് കഴിച്ചാൽ ഭയങ്കര വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഒരു മീലാണെന്ന് യൂട്യൂബിൽ ഇങ്ങനെ ഒരു ചേച്ചി പറയുന്നത് ഞാൻ കേട്ടു. ഇതിന് മുന്നേ ഞാൻ ഒരിക്കൽ ഇത് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അന്ന് കുറച്ച് ഫ്ലോപ്പായി. എനിക്കത് ഫുള്ളി കുക്ക് ചെയ്യാനുള്ള ഒരു ക്ഷമയില്ലായിരുന്നു. അപ്പം ഞാൻ ഇന്ന് പച്ച ടൊമാറ്റോ പറിച്ചിട്ട് കടുക് വറുത്തിട്ടുണ്ട്. കടുക് വറുത്ത് അതിലോട്ട് ചെറിയ ഉള്ളി, ഗാർലിക്, ഉണക്കമുളക് ആൻഡ് ഓൾസോ കറി ലീഫ് ഇട്ട് നല്ലോണം ആക്കിയതിന് ശേഷം തേങ്ങയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിലോട്ട് നമ്മുടെ പച്ച തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് ആക്ച്വലി പച്ച തക്കാളി ഇതുപോലെ വെച്ചത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഒന്നാമത് ഈ പുളിയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നല്ല യമ്മി ആയിരുന്നു. ആൻഡ് ഓൾസോ നമ്മുടെ വീട്ടിൽ ഉണ്ടായ പച്ചത്തക്കാളിയാണല്ലോ, അപ്പോൾ അത് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് തന്നെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ
അതുപോലെ ഞാൻ ഗാർഡനിൽ നിന്ന് പറിച്ചെടുത്ത പയറും പെട്ടെന്നൊന്ന് ആക്കിയെടുക്കുകയാണ്. സോ ഈ പയർ അത്ര ഫ്രഷ് അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിത് പറിക്കാൻ കുറച്ച് വൈകിപ്പോയി. അപ്പം ഞാൻ നാളെ ആവട്ടെ അങ്ങനെ വിചാരിച്ച് അത് എന്താ പറയുക, ആ ചെടിയിൽ നിന്നിട്ട് ചെറുതായിട്ട് അതൊന്നിങ്ങനെ ഉണങ്ങിപ്പോയി. പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഉണ്ടാക്കി വന്നപ്പം അത്രയും കേടാവാത്തത് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ട് സെറ്റായിട്ട് കഴിക്കാൻ പറ്റി. സോ ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ എന്താ പറയുക, ടി വി ഇരിക്കുന്ന ആ ഒരു സ്റ്റാൻഡ് ഒന്ന് വൃത്തിയാക്കി കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ ലിവിങ് റൂമിലിരിക്കുന്ന സ്റ്റാൻഡാണ്. ഞാൻ ഇങ്ങനെ കൗച്ചിലിരുന്ന് ടി വി കാണുമ്പോഴത്തേനും ഇതിൽ പറ്റിയിരിക്കുന്ന പൊടി എൻ്റെ കണ്ണിൽ എപ്പോഴും തട്ടും. അതുകൊണ്ട് ഞാൻ അതൊന്ന് ക്ലീൻ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ ഡെറ്റോളിൻ്റെ വെറ്റ് വൈപ്സ് മേടിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ആക്ച്വലി നേരത്തെ ഞാൻ തുണി നനച്ചിട്ട് ക്ലീൻ ചെയ്യുവാണ് ചെയ്തുകൊണ്ടിരുന്നത്. പൊടി ഇതുപോലെ സർഫസസിലൊക്കെയുള്ള ടേബിൾ ടോപ്പ് സർഫസസിലൊക്കെയുള്ള പൊടി, അതിനെക്കാട്ടി എന്തുകൊണ്ടും ഡെറ്റോളിൻ്റെ ക്ലീനിങ് വൈപ്സ് ഉപയോഗിക്കുന്നതാണ് എനിക്ക് സൗകര്യം. കാരണം അത് പൊടി നല്ലോണം മാറ്റി തരുകയും ചെയ്യും, നല്ലൊരു മണവും ഉണ്ടാകും. മറ്റത് ഞാൻ വെള്ളം വെച്ചിട്ട് തുടയ്ക്കുമ്പം എന്താ പറയുക, പിന്നെ ആ വെള്ളം മാറ്റാൻ വേണ്ടി ഒരു ഡ്രൈ ക്ലോത്ത് വെച്ച് ഒന്നും കൂടെ ഒന്ന് തുടയ്ക്കണമായിരുന്നു. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ക്ലീനിങ് വൈപ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ അതൊക്കെ ഒന്ന് മാറിക്കിട്ടി. ആൻഡ് ഓൾസോ ഞാൻ 5ാം പാതിര സിനിമ യൂട്യൂബിൽ ഇട്ടിട്ടാണ് എന്താ പറയുക ക്ലീൻ ചെയ്യുന്നത്. അതാകുമ്പോൾ അങ്ങനെ ഭയങ്കര ഒരു ക്ലീൻ ചെയ്യുകയാണെന്നുള്ള ഒരു ടയേർഡ്നെസ് തോന്നത്തില്ല. സിനിമ കണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യാം. സോ മലയാളം വേർഷൻ 5ാം പാതിരയുടെ യൂട്യൂബിൽ അവൈലബിൾ അല്ല. ഇതങ്ങനെ കന്നഡയോ തെലുങ്കോ അങ്ങനെ ഏതാണ്ട് ഒരു ലാംഗ്വേജിലാണ് അവർ പ്ലേ ചെയ്യുന്നത്. അപ്പം എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവുന്നില്ല. എന്നാലും എനിക്കിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഒരു വോയിസ് കേൾക്കുമ്പോഴാണ് ഒരു സമാധാനം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ട് ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ ബുക്സൊക്കെ എടുത്തിട്ട് നല്ലോണം ഒന്ന് തുടച്ച് അടുക്കി പറക്കി വെക്കുകയാണ്. ഇത് ഒരു ബുക്കിന് മേലെ മറ്റേ ബുക്ക് ഇരിക്കുന്നതുകൊണ്ട് അധികം പൊടിയായിട്ടില്ല. പക്ഷേ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ബുക്കിലൊക്കെ ആക്ച്വലി നല്ലോണം പൊടി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്താലാണ് ഇത് ഒന്ന് വൃത്തിയായിട്ടിരിക്കത്തുള്ളൂ. 2 ദിവസം കഴിയുമ്പോൾ തന്നെ പൊടി അതേപോലെ പാട പിടിച്ച് തിരിച്ചു വരും. പക്ഷെ ഞാൻ എല്ലാ ദിവസവും ഒന്നും ക്ലീൻ ചെയ്യാൻ ബോദർ ചെയ്യാറില്ല. ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് നന്നായിട്ട് തുടച്ചിടും. അപ്പോൾ ആ ക്ലീൻ ചെയ്യുന്ന ദിവസവും അത് കഴിഞ്ഞൊരു 2 ദിവസം എനിക്കൊരു സന്തോഷം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ചെറിയൊരു വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.